ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഐസറിന്റെ അകത്തുള്ള ഫീ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ അലോട്ട്മെന്റിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. ഒന്നാമത്തെ റൗണ്ട് അലോട്ട്മെന്റ് കഴിഞ്ഞു. പല ആൾക്കാർക്കും ഐസറിൽ നിന്നുള്ള ഓഫർ ലെറ്റർ ഒക്കെ വന്നു കാണും. ആൻഡ് കുറച്ച് ഓഫർ കിട്ടാത്ത ആളുകളൊക്കെ അടുത്ത റൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കും. അപ്പൊ ഒരുപാട് പേർക്ക് ഡിഫറെന്റ് ഐസേഴ്സിലുള്ള ഫീ സ്ട്രക്ചറിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫീ സ്ട്രക്ചറിലേക്ക് കടക്കാം. സോ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്, നമുക്കറിയാം 7 ഐസറുകളുള്ളത്. അതിൽ ഓരോ ഐസറും ഇൻ ഡെപ്തിൽ അനലൈസ് ചെയ്യാന്നാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് ഐസർ മൊഹാലിയുടെ കേസാണ്. ഐസർ മൊഹാലിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെമസ്റ്റർ 1 വേണ്ടി വരുന്ന ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് 62,330 രൂപയാണ്. അപ്പോ ഐസർ മൊഹാലിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, ഐസറിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഫിസിക്കലി ഐസർ മൊഹാലിയിൽ പോയി ജോയിൻ ചെയ്യല്ലോ, ആ സമയത്ത് അടയ്ക്കേണ്ടതായിട്ടുള്ള പൈസ എന്ന് പറയുന്നത് 62,330 രൂപയാണ്. അപ്പൊ ഈ ഒരു ഫീസിന്റെ ബ്രേക്ക് ഡൗൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫീ ഒരു സിംഗിൾ ടൈം പേയ്മെന്റ് മാത്രമാണ്. അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോഷൻ ഡെപ്പോസിറ്റ്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട്, ലൈബ്രറി, ഹോസ്റ്റൽ മെസ്, ഇതിനെല്ലാം 6,336 രൂപയാണ് വരുന്നത്. അത് കോഷൻ ഡെപ്പോസിറ്റ് ആണ്. അത് ആ ഒരു സിംഗിൾ ടൈം അടയ്ക്കുന്നതോട് കൂടിയിട്ട് അത് കഴിയുകയാണ്. അതേപോലെ വൺ ടൈം ഫീ ആയിട്ടുള്ള കോൺവെക്കേഷൻ ഫീ 2,200 രൂപ, അലൂമിനൈ ഫീ 1,100 രൂപ, അങ്ങനെ 3,300 രൂപ അതും വൺ ടൈം പേയ്മെന്റ് ആണ്. അപ്പം ഈ രണ്ട് ഫീയും ഒരു തവണ മാത്രം പേ ചെയ്താൽ മതി എന്നുള്ള ഫീസാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ സെമസ്റ്ററിന് മാത്രമേ 62,330 രൂപ വരുള്ളൂ. ബാക്കി പിന്നെ എല്ലാ സെമസ്റ്ററിലും അതിനെക്കാട്ടിലും കുറവായിരിക്കും വരിക. അപ്പൊ ആദ്യം എടുക്കുന്ന ഐസർ എന്നുള്ള രീതിയിൽ ഐസർ മൊഹാലിയിലെ മാത്രം ഇനി രണ്ടാമത്തെയും അതിനുശേഷമുള്ള 10 സെമസ്റ്റർ വരെയുള്ള ഫീ എന്തായിരിക്കും എന്നും കൂടെ ഞാൻ ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് സെമസ്റ്ററിൽ ഫീ വരുന്നത് കണ്ടോ, 54,195 രൂപയാണ്. അപ്പൊ അത് കുറഞ്ഞിട്ടുണ്ട്. ഇനി സെമസ്റ്റർ 3, 5, 7, 9 ഈ സെമസ്റ്ററുകളിൽ 55,994 രൂപയാണ് അടയ്ക്കേണ്ടി വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെമസ്റ്റർ 4, 6, 8, 10 സെമസ്റ്ററുകളിൽ 50,895 രൂപയാണ് അടയ്ക്കേണ്ടി വരിക. അപ്പം ഞാൻ പറയുന്ന പോയിന്റ് എന്താന്ന് ചോദിച്ചാൽ, ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്ന ഒരു ഫീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഫീസ് ആണ്. അതിനെക്കാട്ടിലും ഒരു 10,000 റുപ്പീസ് ഒക്കെ കുറവായിരിക്കും പിന്നീട് അങ്ങോട്ടേക്ക് വരുന്ന സെമസ്റ്ററുകളിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഫീ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഐസർ മൊഹാലിയുടെ കേസ് ക്ലിയർ ആയി. സോ ഇനി നമുക്ക് അടുത്ത ഐസർ തിരുവനന്തപുരത്തിലേക്ക് കിടക്കാം. ഐസർ തിരുവനന്തപുരത്തേക്ക് വരുന്നത് നമ്മൾ നോക്കുന്നത് എന്താണ്, BSMS 2024 ഫീ ആണ്. 24 വരുന്ന ഫീ എന്ന് പറയുന്നത് 66,440 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക്. നമുക്കറിയാം ട്യൂഷൻ ഫീ എക്സംഷൻ ആർക്കൊക്കെ കിട്ടും, SC ST കുട്ടികൾക്ക് കിട്ടും, അതുപോലെ തന്നെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കും കിട്ടും. അങ്ങനെയുള്ള കുട്ടികൾക്ക് 22,200 രൂപയാണ് ഫീസ് ആയിട്ട് വരുന്നത്. സോ ഐസർ തിരുവനന്തപുരത്തുള്ള ഫീ ഇങ്ങനെയാണ് വരുന്നത്. ഇതും എന്ത് തന്നെയാണ്, ഫസ്റ്റ് സെമസ്റ്ററിലായിരിക്കും ഫീ കൂടുതൽ, അതിന് പിന്നീട് ഒരു 10,000 രൂപയുടെ ഒക്കെ വ്യത്യാസം പിന്നീടുള്ള സെമസ്റ്ററുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത ഐസർ എന്ന് പറയുന്ന ഐസർ തിരുപ്പതിയാണ്. ഐസർ തിരുപ്പതിയിലെ ജനറൽ കാൻഡിഡേറ്റ്സിന് 62,300 രൂപയാണ് വരുന്നത്. SC ST PWD കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് 13,500 രൂപയാണ് ഫീ ആയിട്ട് വരുന്നത്. 13,500 രൂപയാണ് ഫീ ആയിട്ട് വരുന്നത്. ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. യെസ്. അപ്പം ഇനി നാലാമത്തെ ഐസർ പൂനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐസർ പൂനെന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഐസർ പൂനെയിൽ ടോട്ടൽ ഫീ ആയിട്ട് വരുന്നത്, ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഫീ ആയിട്ട് വരുന്നത് 62,414 രൂപയാണ്. 62,414 രൂപയാണ്. ഇനി SC ST അതുപോലെ PWD കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ 22,000 രൂപയാണ് ഫസ്റ്റ് സെമസ്റ്ററിലെ ഫീ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ഐസർ എന്ന് പറയുന്നത് ഐസർ കൊൽക്കത്തയാണ്. ഐസർ കൊൽക്കത്തയിലെ ഫീസ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് സെമസ്റ്ററിലെ ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് 62,405 രൂപയാണ്. അതുപോലെ റിസർവേഷൻ ഉള്ള കാറ്റഗറിയിൽ പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ 17,950 രൂപയാണ് ഫസ്റ്റ് സെമസ്റ്ററിലെ ഫീ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ഐസർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐസർ ഭോപ്പാലാണ്. ഭോപ്പാലിൽ ഒരു ടോട്ടൽ ഫീ അവർ കൊടുത്തിട്ടില്ല വെബ്സൈറ്റിൽ. അപ്പം ആദ്യത്തെ വൺ ടൈം ഫീസ് 15,000 രൂപ ടോട്ടൽ വരും. അതേപോലെ ട്യൂഷൻ ഫീസ്
36,700 രൂപ വരും. അതേപോലെ യൂസർ ചാർജസ് 9,700 രൂപ വരും. ഹോസ്റ്റൽ ആൻഡ് ഡൈനിങ് 6,700 രൂപ വരും. അങ്ങനെ എല്ലാം ഒന്ന് സം ചെയ്ത് നോക്കുന്ന സമയത്ത് 68,100 രൂപയാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു കുട്ടി ഫീ ആയിട്ട് കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും ട്യൂഷൻ ഫീ SC/ST കുട്ടികൾക്കും അതേപോലെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും ഉണ്ടാവില്ല. അപ്പൊ ഐസർ ഭോപ്പാലിലെ ഫീ സ്ട്രക്ചറും നമ്മൾ കണ്ടു. ഇനി അടുത്തത് നമ്മൾ അവസാനത്തെ ഐസർ ആയിട്ടുള്ള ഐസർ ബെർഹംപൂര്. ഈ ഐസറിലാണ് ഏറ്റവും കൂടുതൽ ഫീയും വരുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫീ വരുന്നത് ഐസർ ബെർഹംപൂരിലാണ്. 69,600 രൂപയാണ് ഐസർ ബെർഹംപൂരിലെ ഫീ. SC/ST PWD കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 29,200 രൂപയാണ് ഫീസ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുള്ളത്. സോ അപ്പൊ ഇത് നമ്മളെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ 7 ഐസറിന്റെയും ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഫീയുടെ ഒരു ലിസ്റ്റ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഈ ലിസ്റ്റ് ഞാൻ നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും ഇടുന്നതാണ്. സോ ടെലിഗ്രാം ഗ്രൂപ്പ് ചെക്ക്ഔട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പ് കൂടെ ചെക്ക്ഔട്ട് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. സോ നോക്ക്, തിരുവനന്തപുരത്തെ ഫീസ് 66,440 രൂപ, പൂനെ 62,414 രൂപ, കൊൽക്കത്ത 62,405 രൂപ, മൊഹാലി 62,330 രൂപ, ഭോപ്പാൽ 68,100 രൂപ, തിരുപ്പതി 62,300 രൂപ ആൻഡ് ഐസർ ബെർഹംപൂര് 69,600 രൂപയാണ് ഫസ്റ്റ് സെമസ്റ്ററിലെ ഫീ ആയിട്ട് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു സംശയത്തിനുള്ള ഒരു ഉത്തരം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് ഫസ്റ്റ് സെമസ്റ്ററിലുള്ള മാത്രം ഫീ ആണ്. അതിനെക്കാട്ടിലും കുറച്ച് കുറവ് എമൗണ്ട് മാത്രമേ ഇനി അങ്ങോട്ട് 2 മുതൽ 10 സെമസ്റ്റർ വരെയുള്ള ഫീ എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ എമൗണ്ട് കുറവായിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എല്ലാ ഐസറിന്റെയും ഫീ സ്ട്രക്ചർ ആണ് കണ്ടത്. ഇനി നിങ്ങൾക്ക് ഐസറുകളിലുള്ള സ്കോളർഷിപ്പിനെ കുറിച്ച് ഇൻസ്പയർ സ്കോളർഷിപ്പ്, NSP സ്കോളർഷിപ്പ്, അതുപോലെ കേരളത്തിലുള്ള കുട്ടികൾക്കുള്ള ഇഗ്രാൻസ് സ്കോളർഷിപ്പ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഐസറിന്റെ അകത്തുള്ള കംപ്ലീറ്റ് സ്കോളർഷിപ്പ്, അതിന്റെ എമൗണ്ട് ഡീറ്റെയിൽസ്, കോണ്ടാക്ട് ഡീറ്റെയിൽസ്, ഇതൊക്കെ അടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ അടുത്തതായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഒരു ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് ഒക്കെ ആകുമ്പോൾ ഐസറിൽ ഫിസിക്കലി പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. ആ റിപ്പോർട്ടിങ്ങിന്റെ സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്നുള്ള വീഡിയോയും നമ്മൾ അടുത്തതായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ വീഡിയോ ഒന്ന് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയും നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. തീർച്ചയായിട്ടും അവിടെയും നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. അവിടെ ഞാൻ നിങ്ങളോട് നേരിട്ട് ഉത്തരം പറയുക എന്നുള്ളതിലുപരി നമ്മളുടെ കമ്മ്യൂണിറ്റി മൊത്തം ആക്റ്റീവ് ആണ്. അവിടെ ഒരുപാട് പേര് നിങ്ങളെ സഹായിക്കാൻ ഉണ്ടായിരിക്കും. അത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.